എന്റെ അഭിപ്രായം അതാണ്. ഞങ്ങൾ ആരും ഒന്നും പറയില്ല. വാങ്ങിച്ചത് രഹസ്യമായിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അണ്ണുകുട്ടിയായിട്ട് സുഖമായിട്ട് ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. ചോദിക്കട്ടെ, മഴയില്ലാത്ത നാട്ടിൽ ഇവിടെ മഴവെള്ളം എങ്ങനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കും? അതാണ് എന്റെ ചോദ്യം. ഈ പഞ്ചായത്തിലെ മൊത്തം പ്രദേശത്തെ മഴവെള്ളം ഇവർക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇവരുടെ 24 ഏക്കറക്കകത്തുള്ളതല്ലേ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ചോദ്യം. പിന്നെന്താണ് ഇവർ പറയുന്നത്? അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളം ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും. ഞാൻ ചോദിക്കട്ടെ, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ തോട്ടം നനയ്ക്ക് കൃഷി നനയ്ക്ക് ചെയ്യണോ? റീസൈക്കിൾ ചെയ്തിട്ട് കുടിക്കണ സാധനത്തിന് അഴുക്ക് വെള്ളത്തിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിച്ചിട്ട് പാവപ്പെട്ടവൻ പകലന്തിയോളം പണിയെടുത്ത് നടുവൊടിഞ്ഞ് വന്നിട്ട് ഒരു 1/2 ലിറ്റർ മദ്യം വാങ്ങി കുടിക്കട്ടെ പറയുന്നവന് ഉണ്ടാക്കി കൊടുക്കുന്നത് റീസൈക്കിൾ ചെയ്ത അഴുക്ക് വെള്ളത്തിൽ ഉണ്ടാക്കിയ മദ്യം കൊടുക്കുന്ന പറയുന്നത്. എല്ലാ അധികാരവും താഴെത്തട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ മാത്രമായിരിക്കും പ്രൂവറിക്ക് വേണ്ടി നിയമ ഭേദഗതി ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് എന്തിന്റെ പേരിലാണ്? അത് കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ കടപ്പാടായിട്ടേ നമുക്ക് തോന്നുന്നുള്ളൂ. അതിനുവേണ്ടി നിയമ ഭേദഗതി ചെയ്ത് ഇനി ഈ കമ്പനിക്കും തുടർന്ന് ഇപ്പൊ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇനിയും ഇതുപോലെ എത്ര കമ്പനികൾ അപേക്ഷ തന്നാലും കൊടുക്കുമെന്ന്. അതാ പറയുന്നത്. ഇനിയും എത്ര അപേക്ഷ, എന്ത് പെട്ടിക്കട പോലെ കൊടുക്കുന്നാണ് പറയുന്നത്.